ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 1 ആണ്. തുടർന്നുള്ള വീഡിയോകൾ നൽകുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: തെക്ക് കിഴക്ക് തമിഴ്നാടും വടക്ക് കിഴക്ക് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തി ഏതാണ്? പശ്ചിമഘട്ടം. പടിഞ്ഞാറ് അറബിക്കടൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. ഇത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇതിൻ്റെ ഉയരം 8841 അടിയാണ്, അതായത് 2695 മീറ്റർ. ഇടുക്കി എറണാകുളം ജില്ലയിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇത് മൂന്നാർ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത്? അഗസ്ത്യകുടം. ഇത് അഗസ്ത്യമല എന്നും അറിയപ്പെടുന്നുണ്ട്. 1868 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. ഇതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ബാക്കി 3 കിഴക്കോട്ടൊഴുകി കാവേരി നദിയിലാണ് പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? പെരിയാർ. ഇതിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നും ജീവനാഡി എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. 5 ജില്ലകളിലൂടെയും 41 പഞ്ചായത്തുകളിലൂടെയും 3 മുനിസിപ്പാലിറ്റികളിലൂടെയും 1 കോർപ്പറേഷനിലൂടെയും പെരിയാർ ഒഴുകുന്നുണ്ട്. കേരളത്തിൽ വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് പെരിയാറിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതി 1940 പ്രവർത്തനം ആരംഭിച്ചത്. ഇത് പെരിയാറിൻ്റെ പ്രധാന പോഷക നദീതീരത്താണ്. ഈ നദി ഏതാണ്? മുതിരപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ നദികളിൽ 2ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? ഭാരതപ്പുഴ. ഇതിൻ്റെ നീളം 209 കിലോമീറ്ററാണ്. പേരാർ, കോരയാർ, വട്ടയാർ, വാളയാർ എന്നീ ദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ, നിള, ഗായത്രി, മംഗല നദി എന്ന സംസ്കൃത നാമങ്ങളും ഈ നദിക്കുണ്ട്. കൂടാതെ കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നു. എഴുത്തച്ഛൻ ഈ പുഴയെ വിശേഷിപ്പിച്ചത് ശോകനാശിനി പുഴ എന്നാണ്. അറബിക്കടലിനോട് ചേരുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിനെ പൊന്നാനിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പോഷക നദി ഏത്? കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. മലിനീകരണം കൂടിയ നദി ചാലിയാർ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി ഇത് പരന്നു കിടക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രധാന സവിശേഷത. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? ചാലിയാർ. 4ാമത്തെ വലിയ നദിയാണ് ചാലിയാർ. ഇതിൻ്റെ നീളം 169 കിലോമീറ്ററാണ്. ഇത് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. 16 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. ഈ നദിക്ക് തലപ്പാടിപ്പുഴ എന്നും പേരുണ്ട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഏറ്റവും വലിയ നദി കബനി. ഇത് വയനാട് ജില്ലയിലാണ്. 2ാമത്തെ നദി ഭവാനി. അത് പാലക്കാട് ജില്ലയിലാണ്. ഇവ 3ഉം കാവേരി നദിയുടെ പോഷക നദികളാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34. കായലുകളാണ് കേരളത്തിന് ലഗൂണുകളുടെ നാട് എന്ന വിശേഷണം നേടിക്കൊടുത്തത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? വേമ്പനാട്ടു കായലിൻ്റെ ഭാഗമായ പുന്നമട കായലിൽ. ഇത് ആലപ്പുഴ ജില്ലയിലാണ്. 1952 മുതലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവിഴാംകുന്ന്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് തിരുവിഴാംകുന്ന് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? പൂക്കോട്ടു തടാകം, വയനാട്. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര? 38,863 ചതുരശ്ര കിലോമീറ്റർ. വിസ്തൃതിയിൽ 21ാമത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള ജില്ല ഏത്? പാലക്കാട്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. 2024 കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീന.
ഇതിന് തുടക്കം കുറിച്ചത് 1916-ലാണ്. 2024 യൂറോ കപ്പ് ജേതാക്കൾ സ്പെയിൻ. 2024 T20 ലോകകപ്പ് ജേതാക്കൾ ആര്? ഇന്ത്യ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? മലപ്പുറം. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏത്? ചേർത്തല. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏത്? തിരൂർ മുതൽ ബേപ്പൂർ വരെ. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരള പഴമ എന്ന കൃതി രചിച്ചതാര്? ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ.